രാജാ സാറിൻ്റെ ഒരു ലൈവ് കോൺസേർട്ട് നടന്നിരുന്നു ചെന്നൈയിൽ. അപ്പോൾ ജനങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, അവിടെ എൻ്റെ കാറ് നമ്മളെ കൊണ്ട് ഞാനൊരു 2 മണിക്കൂർ മുമ്പ് പോയി ഷോ നടക്കുന്നതിന്. ഇപ്പോൾ 6:30 മണിക്ക് എന്തോ 5:30 മണിക്ക് എന്തോ ഷോ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ 3 മണിക്കോ 3:30 മണിക്കോ എത്തി. എന്നിട്ടും എനിക്ക് കാറ് നിർത്താൻ പറ്റിയില്ല. അവസാനം അതിൻ്റെ മെയിൻ ഒരാൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആളുകൾ വന്നിട്ട് ഞാനേതോ ഒരു കാട്ടി കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഇവിടെ കയറി, ഇതിനകത്ത് കയറി. അപ്പോൾ എൻ്റെ ദൈവമേ, ബഹളമെന്ന് പറഞ്ഞ് ഈ ആളുകൾക്ക് ഈ രാജാ സാറിനെ കാണുന്നതിലുള്ള എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും നിലവിളിക്കുകയാണ്. അപ്പോൾ ഒരു ഓം അങ്ങോട്ട് കേട്ടതും, ദൈവം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, രാജാ സാറിൻ്റെ ഒരു ശബ്ദം അങ്ങോട്ട് വന്നതും പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറഞ്ഞ് ഇത്രയും ജനങ്ങളിരിക്കുകയാണ്. അവരൊക്കെ ശ്വാസം വിടുന്നുണ്ടോ എന്ന് വരെ നമുക്ക് നോക്കേണ്ട ഒരു സ്ഥിതിയായി. സാറപ്പോഴത്തേക്ക് സാറിൻ്റെ എൻട്രി സാറിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെയൊക്കെ പിടിവിട്ട് പോന്ന് ബഹളത്തിൻ്റെ ബഹളം. അപ്പം ഇതിൽ ഈ ഒരു പാട്ട് പൂവേ സെമ്പൂവേ ദാസേട്ടൻ അവിടെ പാടുകയാണ്. അപ്പോൾ ഇത്രയും ഓർക്കസ്ട്ര സ്ട്രിങ്സൊക്കെ ഇങ്ങനെ ഫുൾ ഓർക്കസ്ട്ര ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് സ്റ്റേജ് മുഴുവൻ. സ്റ്റേജോ വലിയ സ്റ്റേജുമാണ്, അതിനകത്ത് ഇരുന്നിട്ട് തന്നെ കൊള്ളുന്നില്ല ആ ലെവലിൽ. ഇതിൻ്റെ നടുക്ക് രാജാ സാറ് ഒരു ജുബ്ബായി മുണ്ട് കൊടുത്ത് രാജാ സാറ് നിന്നിട്ട് കൈ കാണിച്ച് പാടുകയാണ്. ദാസേൻ്റെ പാട്ട് തുടങ്ങി. ദാസേൻ്റെ പറഞ്ഞു, ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടാണ് രാജാ സാർ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദാസേൻ്റെ തുടങ്ങിയത്. വളരെ മനോഹരമായൊരു ക്രാഫ്റ്റാണ് ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ. അയ്യോ, അസാധ്യം. ഒരു സൂപ്പർ ഫാൻറ്റാസ്റ്റിക് കോമ്പോസിഷൻ. ഇതിൻ്റെ കമ്പോസറിനെ പറ്റി ഞാൻ ആദ്യം പറയാം. ഡെയിലി 2 പാട്ട് മിനിമം, ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇല്ലെങ്കിൽ മ്യൂസിക്കലി വേറെ എന്തെങ്കിലും. ഫുൾ ടൈം സംഗീതം എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഒരു രാവിലെ 7 മണി തൊട്ട് രാത്രി 9 മണി വരെ സംഗീതം എന്ന് പറഞ്ഞൊരു ഫാക്ടറി പോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട് നമുക്ക്. വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ രാജാ സാർ. പ്രണാം സാർ. അപ്പോൾ ഇത് അത്രയ്ക്ക് അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് അദ്ദേഹം കൺസീവ് ചെയ്തേക്കുന്നത് അസാധ്യം. കാര്യം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പല്ലവി എടുക്കുകയാണെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ ലല്ലബി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം ഇതിലൊരു എക്സ്ട്രാ ഓർഡിനറി കീ ഫ്ലൂട്ടുണ്ട്. അത് ഈ പാട്ട് കഴിഞ്ഞിട്ടും അത് രാജാ സാറ് വെച്ചിട്ടുണ്ട് ആ ഒരു ഫ്ലൂട്ട്. ഭയങ്കര സുഖമാണ് കേൾക്കാൻ. ഇത് ഈ ഒരു പാട്ടിൻ്റെ ഒരു പ്ലസ് എന്ന് പറയുമ്പോൾ ഈ ഒരു മേജർ സ്കെയിലും അതുപോലെ കീരവാണി അത് അദ്ദേഹം ബ്ലെൻഡ് ചെയ്തേക്കുന്നത് നമുക്കൊന്നും മനസ്സിലാവത്തില്ല, പക്ഷേ ഒരു ഭയങ്കര സുഖം തരും. ആ ഒരു എന്താ പറയണ്ട, ആ ഒരു പല്ലവിയുടെ പാതി മധ്യമത്തിൽ വന്നിട്ട് പിന്നെ അഗൈൻ പഞ്ചമത്തിലോട്ട് പോയിട്ടാണ് ചെറിയ ഗാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അയ്യോ, பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீரானொரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் பூவே செம்பൂവേ. അതൊരു അസാധ്യം, എന്തൊരു കോമ്പോസിഷൻ. അതുപോലെ ഓർക്കസ്ട്രേഷൻ. അയ്യോ, വായിച്ച എല്ലാ മ്യൂസിഷ്യൻസിനും പ്രണാംസ്. കാര്യം വെരി ഡിഫിക്കൽട്ട്. കാര്യം എല്ലാ സിംഗപ്പേഷൻസും എല്ലാം അപകടം പിടിച്ച സിംഗപ്പേഷൻസും അതുപോലെ വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അസാധ്യം. ആദ്യത്തെ പല്ലവി കഴിഞ്ഞിട്ട് വരുന്നത് ഗൗരി മനോഹരിയിലാണ് ആ ഒരു ഇൻ്റർലൂഡ് ഉള്ളത് കേട്ടോ. അത് അസാധ്യം. അതിന്
പിന്നെ ഒരു ഇൻ്റർലൂഡ് ഉള്ളത് അത് കീരവാണിയാണ് ചെയ്തിട്ടുള്ളത്. എന്തൊരു സംഭവ ബഹുലമാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ. ആഹാ, അത് നിങ്ങൾ നോക്കണം. സെക്കൻഡ് ചരണത്തിന് മുമ്പ് വരുന്ന ഇൻ്റർലൂഡ് ശ്രദ്ധിക്കുമ്പോൾ അതിൽ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഭം തക 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 ധം തക 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 എന്ന് പറഞ്ഞൊരു സ്ട്രിങ്സ് വരും. എൻ്റെ ദൈവമേ, അത് വിചാരിച്ചാൽ തന്നെ മതി, രോമാഞ്ചം കൊണ്ട് ഇടപാട് തീരും. കാര്യം അങ്ങനെയാണത്. ആ ചെല്ലോ ദൈവമേ, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഈ സ്ട്രിങ്സ് അറേഞ്ച്മെൻറ്റ് നേരിട്ട് അവിടെ നിന്ന് സാറിൻ്റെ കൂടെ ഒന്ന് കേൾക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അയ്യോ, സൗണ്ട് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സൗണ്ടുണ്ട്. അതാണ് ഇളയരാജ. അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ. എല്ലാവർക്കും യൂസ് ചെയ്യുന്ന അതേ ഇൻസ്ട്രുമെൻസാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വായിക്കുന്ന അതേ ഗ്രൂപ്പ് ആളുകളാണ് വേറെ ആർക്കും വായിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റിന് ഒരു സൗണ്ടുണ്ട്. ടെറിഫിക്, വേറൊന്നും പറയാനില്ല. അയ്യോ, അതൊക്കെ നിമിഷം കൊണ്ട് കമ്പോസ് ചെയ്യുകയും ചെയ്യും. പ്രണാം സാർ. ഒന്നും പറയാനില്ല, അസാധ്യം. ബാലി സാറിൻ്റെതാണ് ലിറിക്സ്. അയ്യോ, അതെന്നത് ரொம்ப പ്രമാദം. അയ്യോ, ആ പാട്ടിനെ ഇങ്ങനെ തഴുകി കൊണ്ടുപോകും. അല്ല, ചരണം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു നീലാംബരി ഫീൽ ചെയ്യും. അതൊക്കെ നമ്മളെ ഇങ്ങനെ എന്താ പറയണ്ടത്, നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ആനന്ദം പല രൂപത്തിലും ഭാവത്തിലും ആ പാട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ക്രാഫ്റ്റ് അസാധ്യ ക്രാഫ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ചരണത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ആ ചെറിയ നിഷാദം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അയ്യോ, பலர் வந்து கொஞ்சம் கிளிப்பிள்ளைதானே உனை போலதானும் மலர் சூடும் பெண்மை விதி என்னும் நூலில் விளையாடும் பொம்மை நான் செய்த பாவம் என்னோடு போகும் நீ வாழ்ந்து நான்கா பார்த்தாலே போதும் என்னாலும் അതൊക്കെ ഞാൻ പറഞ്ഞ ഈ ഓരോ എലിമെൻറ്റും നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് സൂചിപ്പിക്കും, സന്തോഷിപ്പിക്കും. അങ്ങനൊരു കോമ്പസിഷനാണിത്. വളരെ വളരെ റിച്ചാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷനിലും ഇതിൻ്റെ ഒരു മെലഡിയിലും എല്ലാ വിധത്തിലും. ഇപ്പം സാറിൻ്റെ പാട്ട് തന്നെ വെരി സിമ്പിളായിട്ടുള്ള വളരെ കൊച്ചൊരു മെലഡി ആണെങ്കിലും അദ്ദേഹം അതങ്ങ് അറേഞ്ച് ചെയ്തിട്ട് നമ്മളെ അങ്ങ് പേടിപ്പിക്കും. സത്യത്തിൽ അങ്ങനെ കഴിവുള്ള ഒരൊറ്റ ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളൂ, രാജാ സാർ. അയ്യോ, പ്രണാംസ്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരന്, നമ്മുടെ അഹങ്കാരം ദാസേട്ടൻ. അസാധ്യം. ഇനി ഞാൻ രസകരമായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറയാം. ഞാൻ പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചരണം തുടങ്ങുന്നതിന് മുമ്പുള്ള ഇൻ്റർലൂഡ് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ധം പട തക 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 ധം തക 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 ഇത് വന്നപ്പോൾ ഇത് നമ്മൾ ഹെഡ്ഫോൺസിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് കേൾക്കുമ്പം പോലല്ല. ഇത്രയും പേര്, ഒരു 19 പേര്, ഫുൾ വയലൻസ് മറ്റുള്ള സ്ട്രിംഗ് സെക്ഷൻ മുഴുവൻ ഒരേപോലെ ഈ ബോ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കണ്ടപ്പോഴും പിന്നെ സൗണ്ടും കൂടെ വന്നപ്പോൾ പിന്നെ മ്യൂസിക്കാലിറ്റിയും വിസിലോ മറ്റേ എന്താണ്ടൊക്കെ പാടും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വളരെ നല്ല ഒരു വിസിലുണ്ടായിരുന്നു. അതെൻ്റേതായിരുന്നു. ഞാനിത് ഇങ്ങനെ തന്നെ രാജാ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, നീ വിസിലടിച്ച് യോ സാർ
എന്ത് പറ, പിന്നെ വിസിലടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കയറി സാറിനെ കെട്ടിപ്പിടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് സാധ്യമാകാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് അവിടെ ഇരുന്നതാണ്. ഇതങ്ങോട്ട് വന്നു, അത് കുറച്ച് നേരമുണ്ട്. പക്ഷേ ദാസേട്ടൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ദാസേൻ്റെ പാട്ട് അങ്ങ് പറഞ്ഞു പോയി. കാര്യം ഇത് 10,000-60,000 പാട്ട് പാടിയില്ലേ, അത്രയും ഡേറ്റാസ് ദാസേൻ്റെ തലയിൽ കാണണം എന്നില്ല. അത് ചിലപ്പോൾ വിട്ടുപോകും. അത് കുറേ ആയിപ്പോയിട്ടാണ്. അല്ല 10 പാട്ട് പാടിയവർക്ക് അത് വൃത്തിയായിട്ട് ഓർമ്മ കാണും. ഇതിങ്ങനെ 60,000 പാട്ട് പാടിയ ഒരാൾക്ക് ഒരു പാട്ടെന്ന് പറയുമ്പോൾ അത് ഇത്ര പ്രിയപ്പെട്ടതാണെങ്കിൽ ഇത്രയും. ഇപ്പം ദാസേട്ടന് എടുക്കാൻ വിട്ടുപോയിട്ട് നേരത്തെ തുടങ്ങിയപ്പോൾ അപ്പം തന്നെ രാജാ സാറ് കൈകൊണ്ട് കാണിച്ച് ഓർക്കസ്ട്ര അതിന് പോയി ദാസേട്ടൻ്റെ ഒപ്പം അങ്ങ് വന്നു. അപ്പോൾ ദാസേട്ടനെ പാടി കുറച്ചായി കഴിഞ്ഞാൽ ദാസേട്ടൻ നിർത്തി. ദാസേട്ടൻ തോന്നി എനിക്ക് പാടി തുടങ്ങിയത് ശരിയല്ല എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് രാജാ സാറിൻ്റെ അടുത്ത് തിരിഞ്ഞ് പറഞ്ഞ് ഒരു തവണ കൂടെ രാജാ. பலர் வந்து கொஞ்சம் கிளிப்பிள்ளைதானே உனை போல நானும். ഉടനെ പിന്നെയും പഴയ സ്ഥലത്ത് നിന്ന് രാജാ സാറ് 1-2 കൊടുത്ത് തുടങ്ങി. തുടങ്ങിയതിന് എന്തോ ഒരു ബഹളം, ദൈവമേ. പിന്നെയും മറ്റേ ഐറ്റം വന്നു, ധം തക 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 ധം. അവിടെയും പഴയതിൻ്റെ ഇരട്ടി. കാര്യം എക്സൈറ്റ്മെൻറ്റ് തീരുന്നതേ ഇല്ല. ഈ 2 വട്ടം ആയിട്ട് പിന്നെയും ഭയങ്കര ബഹളം. ഈ ബഹളം കൊണ്ട് പിന്നെയും ദാസേട്ടൻ എടുക്കാൻ വിട്ടുള്ളൂ. പിന്നെയും വേറൊരു സ്ഥലത്ത് എടുത്തു ദാസേട്ടൻ. പാടി തുടങ്ങി പിന്നെയും നിർത്തി. അതിന് പിന്നെ അത് പാടിപ്പോയി നിർത്തിയില്ല, പാടിപ്പോയി. പാട്ട് ഫിനിഷ് ചെയ്തു. രാജാസാറിൻ്റെ അടുത്ത് പറഞ്ഞു, രാജാ ഒരു തവണ കൂടെ എനിക്കത് ശരിക്ക് പാടണം, ഒരു തവണ കൂടെ. അപ്പോഴത്തേക്ക് ജനങ്ങളൊക്കെ ഇളകി പറഞ്ഞ് ഭയങ്കര, നമ്മളൊക്കെ ഇങ്ങനെ രോമാഞ്ചം കൊണ്ട്. കാര്യം ദാസേട്ടൻ പറഞ്ഞ് ഇതും ഒരു റെക്കോർഡിംഗ് ആണ് രാജായുടെ, അവിടെ പോയാൽ നമുക്ക് അതുപോലെ ഇത് എനിക്കൊരു റെക്കോർഡിംഗ് ഇതാ എന്ന് പറഞ്ഞ് ഇത് റെക്കോർഡിംഗ് മാതിരി പറഞ്ഞിട്ടാണ് ദാസേട്ടൻ പാടുന്നത്. അപ്പോഴും പിന്നെ ഓർക്കസ്ട്ര ഇത് വന്ന് ഇപ്പോഴും ആ സ്ട്രിങ്സ് വന്നപ്പോൾ നമ്മൾ പിന്നെ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. കാരണം അത്ര എക്സൈറ്റ്മെൻറ്റിൽ ഇപ്രാവശ്യം ദാസേട്ടൻ കൃത്യമായിട്ട് പാടി. கொஞ்சம் கிளிப்பிள்ளைதானே உனை போல நானும் மலர் சூடும் பெண்மை விதி என்னும் நூலில் விளையாடும் பொம்மை நான் செய்த பாவம் என்னோடு போகும் நீ வாழ்ந்து நான்கா பார்த்தாலே போதும் என்னாலும் என்னாலும் உல்லாசமே வாய் பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும்
പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ. അവിടെ പാടിയ ഒരാൾക്കും ഇത്രയും ക്ലാപ്സും കിട്ടിയിട്ടില്ല. ആ ഒരു സ്ഥലത്ത് ദാസേട്ടൻ പാടിയ പാട്ട് ദാസേട്ടൻ എടുത്തു. അതൊന്നും എടുത്തപ്പോഴത്തേക്ക് ജനങ്ങളുടെ ഒരു സന്തോഷം, അതാണ് മ്യൂസിക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ വികാരമായത്. ലൈവ് കോൺസേർട്ടിൽ ഇപ്പോൾ ദാസേട്ടൻ അങ്ങോട്ട് പാടി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം ഞാനടക്കം എണീറ്റ് നിന്ന് കയ്യടി എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞൂടാ അത്ര. അപ്പോൾ രാജാ സാറ് കൈ കൊണ്ട് കാണിച്ച് ഇപ്പോൾ കൈയടിക്കരുത്, ഒരു കീ ഫ്ലൂട്ടുണ്ട്, ആ ഫ്ലൂട്ട് കഴിഞ്ഞിട്ട് കൈയടിക്കാൻ പറഞ്ഞ് രാജാ സാറ് കൈ കാണിച്ച് ക്ലാപ്സ് നിർത്തിയിട്ട് ആ കീ ഫ്ലൂട്ട് വായിച്ച് അതിന് നിർത്തി. അതിന് ശേഷമാണ് നമുക്ക് പൂവേ ചെമ്പൂവേ പൊൻവാസം വരും പൂവേ ചെമ്പൂവേ. അത് അത്ര മനോഹരമാണ്, അതിമനോഹരമാണ്. വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയാം. ഇതിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഉള്ള റിച്ച്നെസ്സും അതും ഇതും ഒന്നും നമ്മൾ പിക്ചറൈസ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തല്ലോ. ഉള്ള കാര്യം ഞാൻ പറയാം. செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் പൂങ്കാവനം. ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ രാധാ രവി സാർ. അദ്ദേഹം എന്താ പറയണ്ടത്, വില്ലൻ കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെ ചെയ്തതും ആളുകളുടെ മനസ്സിലൊക്കെ അങ്ങനെ ഒരു ഭയങ്കര കടുകട്ടി വില്ലനായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെയാണ് ഈ പാട്ട് അഭിനയിക്കുന്നത്. അത് ഇങ്ങനെ പൂവേ സെമ്പൂവേ പോലൊരു പാട്ട്, ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു പാട്ട്, അത് കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഞാൻ പാടുമ്പോൾ നമുക്ക് ഒരു വിധത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്ത പാവം എന്നോട് പോകും വാണ്ട് നാൻ താൻ പാർത്താലെ പോതും ഇന്നാളും എന്നാളും ഉല്ലാസമേ വായ്പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ പൂവേ സെമ്പൂവേ ഉൻ വാസം വരും. രാധാ രവി സാറിന് പൂവേ സെമ്പൂവേ എന്നുള്ളത് പക്ഷേ ഇത് രാജാ സാറിനും കണ്ടിട്ട് ഇതിൻ്റെ പിക്ചറൈസേഷൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നും അദ്ദേഹം തിയേറ്ററിൽ നിന്ന് പുറത്തു പോയി എന്നൊക്കെ ഉള്ള സംഭാഷണങ്ങളുണ്ട്. അതൊന്നും എന്താണെന്നൊന്നും ഒരു പിടിയില്ല, അത് പറയുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ വില്ലൻ കഥ ഇദ്ദേഹം നല്ല നടനാണ്. M.R. രാധ എന്ന് പറഞ്ഞ മഹാനടൻ്റെ മകനാണ്. രാധികയുടെ നടി രാധികയുടെയും നിരോഷയുടെയൊക്കെ ബ്രദറാണ്. അപ്പോൾ അത്രയും നല്ല നടനാണ്. അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ട്. പക്ഷേ ഈ പാട്ട് കണ്ടപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് അത് അങ്ങോട്ട് സിങ്ക് ആയില്ല. നമുക്കത് കണ്ടപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇത് TV കാണുമ്പോഴൊക്കെ ഞാൻ കണ്ണടയ്ക്കുമായിരുന്നു. കാര്യം ഇത് കണ്ടാൽ എനിക്കത് ആസ്വദിക്കാൻ ഡെഫിനറ്റായിട്ട് പറ്റത്തില്ല. കാരണം അദ്ദേഹം നല്ല നടനാണ്. പക്ഷേ ഈ ഒരു പാട്ടുമായിട്ട് നമുക്കിപ്പോൾ കീരിക്കാടൻ ജോസ് വന്നിട്ട് ഹരിമുരളീരവൻ പാടിയാൽ എങ്ങനെ ഇരിക്കുമോ അതങ്ങനെ ഒരു ഫീലിംഗ് ആയിപ്പോയി. ഒട്ടും ഒരു ചേരാത്ത ഒരു അവസ്ഥ. അപ്പം ഞാനിത് പറഞ്ഞതാട്ടോ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളത് കണ്ടു നോക്കുക. போல நானும் ஒரு பிள்ளைதானே பலர் வந்து கொஞ்சம் கிளி பிள்ளைதானே
உனை போல நானும் மலர் சூடும் பெண்மை, விதி என்னும் நூலில் விளையாடும் பொம்மை. நான் செய்த பாவம் என்னோடு போகும், நீ வாழ்ந்து நான் தான் பார்த்தாலே போதும். இந்நாளும் எந்நாளும் உல்லாசமே, வாய் பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல். பூவே செம்பூவே உன் வாசம் வரும், வாசல் என் வாசல் உன் பூங்காவனம். வாய் பேசிடும் പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഈ വീഡിയോ ഉണ്ടാവാൻ കാരണം വേറെ ഒന്നുമല്ല, വേറെ ആരുമല്ല, ശരത് സാർ എന്ന മഹാഗുരു തന്നെയാണ്. ശരത് സാറിന് തന്നെയാണ് ഇതിൻ്റെ ക്രെഡിറ്റ്. നമസ്കാരം സാർ. സാറിനെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സാറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, സാറാണ് ഇങ്ങനെ ഒരു ടോർച്ച് അടിച്ച് കാണിച്ചു തരുന്നത് നമ്മളെപ്പോലുള്ള ശിഷ്യന്മാർക്ക്. അപ്പോൾ പിന്നെ ഞാനിതിൽ കുറേ കട്ടിങ് എഡിറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു റെസ്പോൺസിബിലിറ്റി ആവുന്നത്, കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കാനുള്ള എനർജി കിട്ടുന്നത്. താങ്ക് യു. ഐ ഹോപ്പ് യു ഓൾ വിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആസ്വദിച്ച ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. താങ്ക് യു.